നമ്മളൊരു യാത്ര പോവുകയാണ്. കാടും മലയും ഒക്കെ താണ്ടിയുള്ള യാത്രയാണ്. മാമലക്കണ്ടത്തേക്കാണ്. ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട മായിക ലോകം. കാനനപാതയ്ക്ക് ഇരുവശങ്ങളിലായി കാട്ടുചോലകളും കുഞ്ഞരുവികളുമായി പ്രകൃതി തീർത്ത വിസ്മയങ്ങളുടെ സ്വർഗം മാമലക്കണ്ടം. ഈ യാത്രയിൽ ലക്ഷ്യം മാത്രമല്ല, മാർഗവും പ്രധാനമാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ദൃശ്യവിസ്മയങ്ങളുടെ ഈ പറുദീസ. കാഴ്ചകൾ കാണാനായി ദിനം പ്രതി എത്തുന്നത് നൂറുകണക്കിന് സഞ്ചാരികൾ. വളരെ അടിപൊളി ക്ലൈമറ്റാണ്. ജോലി സംബന്ധമായിട്ട് ഒരു സ്ട്രെസ് അനുഭവിക്കുമ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇത്രയും ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വെറുതെ എന്ന് വെച്ചാൽ നമുക്കൊരു ദൂരവും ഇല്ല, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ കാടിന് നടുവിൽ ഒരു കടയുണ്ട്. കടയുടെ പേരാണ് ആനക്കട. ബേസിലിയേട്ടൻ്റെ കടയാണ്. ബേസിലേട്ടൻ, എന്താണ് ഈ ആനക്കട എന്നുള്ള പേര്? അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല, സംഭവം ആനയുണ്ട് എപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കണെയാണ്. മാമലക്കണ്ടത്തുണ്ട്, എല്ലാ സ്ഥലത്തും ആനയുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെ പിന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. മഴക്കാലത്തും അപകട സാധ്യതയില്ലാത്ത കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും അരുവികളുമാണ് മാമലക്കണ്ടത്തെ പ്രധാന ആകർഷണം. കാനന കാഴ്ചകൾ താണ്ടി ഇനി മാമലക്കണ്ടത്തെ ആ വൈറൽ കാഴ്ചയിലേക്കാണ്. അങ്ങനെ കാടും മലയും പുഴയും എല്ലാം താണ്ടി മാമലക്കണ്ടത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നിൽ നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവുമായി നിൽക്കുന്ന മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? മലപ്പുറം. എങ്ങനെയുണ്ട് മാമലക്കണ്ടം വന്നിട്ട്? അടിപൊളിയായിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടവും ഇപ്പം മൺസൂൺ സീസൺ ആയതുകൊണ്ട് മാമലക്കണ്ടം ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണോ വരുന്നത്? അല്ല, ഞങ്ങൾ ഒരു വട്ടം മിസ്സായതാണ്. ഇപ്പോൾ രണ്ടാമത് വട്ടം ഇതിനായിട്ട് വന്നത്, സ്കൂളായിട്ട് വന്നതാണ്. നനുത്ത കാറ്റിനൊപ്പം ഒഴുകിയെത്തിയ കോടമഞ്ഞ് മലനിരകളെ പൊതിഞ്ഞു. പുതിയ സഞ്ചാരികളെ കാത്ത് മാമലക്കണ്ടം ഒഴുകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.